ബിഗ് ബോസ് ഹൗസ് ജാസ്മിന് രഹസ്യ സന്ദേശങ്ങൾ നൽകുന്നുണ്ടോ? എന്തായിരുന്നു ഇന്നത്തെ അൻസബയും അപ്സരയും തമ്മിലുള്ള ആ ഒരു വലിയ ഇഷ്യൂ? മുടിയൻ എന്തിനാണ് വെറുതെ കിടന്ന് ചൂടാവുന്നത്? സിബിൻ ഒരു ഗുഡ് ഗെയിമർ അല്ലെങ്കിൽ BB6ന്റെ കിരീടം എന്ന് പറഞ്ഞത് സിബിൻ കൊണ്ടുപോകുമോ? അപ്പൊ ബിഗ് ബോസിന്റെ എല്ലാ വിശേഷങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ എന്റെ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ കാണേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നം, അതായത് അപ്സരയും അൻസിബയും തമ്മിലുള്ള പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ തുടക്കം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ മുമ്പേ കണ്ടതായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല് അപ്സരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മോർണിംഗ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഡ്യൂട്ടി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന സമയത്ത് അൻസിബ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അൻസിബ ഇങ്ങനെ കൈ കാണിച്ചിട്ടാണ് പോയി ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ തീരെ, അതായത് അൻസിബയ്ക്ക് അതൊരു ഭയങ്കര ഡിസ്റെസ്പെക്ട് ആയിട്ട് തോന്നിയിട്ട് അൻസിബ അവിടെ തന്നെ കുത്തിയിരിക്കുന്നുണ്ട്. ഞാൻ ഇനി പണിയൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പുതിയ പവർ ടീം ഒരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല് മോർണിംഗ് ഡാൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം അവര് ഈ പറഞ്ഞ PT പോലെ അസംബ്ലി എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ അൻസിബയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗിൽ നിൽക്കാതെ അവിടുന്ന് കയറി പോവുമായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് അത് ഈ പവർ ടീമിന് ഭയങ്കര ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ട് വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പവർ ടീം ആണല്ലോ സർവാധികാരമുള്ള ഒരു ടീം. അപ്പൊ ഈ സർവാധികാരികൾ പറഞ്ഞിട്ട് ഒരാളത് കേൾക്കാതെ അകത്ത് പോയി എന്ന് പറയുമ്പം അത് പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ചയാണ്. അപ്പൊ ആ ഒരു വീഴ്ച മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അൻസിബയ്ക്ക് ഒരു കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പവർ ടീം. അപ്പൊ ഈ ഒരു സമയത്ത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഹൗസിൽ കയറിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ എന്റർടൈനർ ആണ്, ഞാൻ എന്റർടൈൻ ചെയ്യിക്കും, അതുപോലെ അത്യാവശ്യം കുത്തിത്തിരിപ്പുകളും കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു കുത്തിത്തിരിപ്പുകള് ഇന്ന് പലയിടത്തും നമുക്ക് കാണാൻ സാധിച്ചതെന്നാണ്. അപ്പൊ ആദ്യത്തെ കുത്തിത്തിരിപ്പ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഈ പവർ ടീമിന്റെ അടുത്ത് പോയിട്ട് സിബിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അൻസിബയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല, അപ്പൊ അങ്ങനെ നിങ്ങൾ ലിസൺ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇപ്പൊ അൻസിബ നിങ്ങളെ കാട്ടി കൂടുതലും ഒരു ജനശ്രദ്ധയോ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടാണ് അവിടെ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൻസിബയ്ക്ക് ഒരു കടുത്ത ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനി നാളെ ഒരു ദിവസം ഞാനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടത് വരില്ല. അൻസിബയ്ക്ക് കൊടുക്കുന്നത് ഒരു നല്ല ശിക്ഷയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയം അപ്സര എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് അപ്സര ചെയ്ത തെറ്റ് അപ്സര അത് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സിബിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് അപ്സര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ്. അപ്പൊ ഇതൊരു പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രവൃത്തി അല്ല നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് സർവാധികാരമുണ്ട്, പവർഫുൾ ആണ്. ആ പവർഫുൾ ആയിട്ടുള്ള ആ അധികാരത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പവർ ടീം പഞ്ചപുച്ഛമടക്കി സിബിന്റെ ആ ഒരു അഡ്വൈസ് കേട്ട് അവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും തന്നെ എത്ര നല്ല ഒരു പ്ലെയർ ആണ് സിബിൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ഇതുപോലെ ബിഗ് ബോസ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിന്, അതായത് സായിക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നത് ആ പുറത്തുള്ള കാര്യങ്ങളെല്ലാം ജാസ്മിന്റെ ചെവിയിൽ ഓതി കൊടുക്കാനാണെന്നാണ് എന്റെ ഒരു സംശയം. കാരണം ആദ്യം വന്ന ദിവസം തന്നെ ഒരു വാർണിംഗ് ബിഗ് ബോസ് കൊടുത്തതാണ്. അപ്പൊ അതിനുശേഷം എന്താ ഈ പുള്ളിക്കാരൻ വീണ്ടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം പക്ഷെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചിട്ടോ. സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിയാണെന്നുണ്ടെങ്കിൽ കോഡ് ഭാഷ വഴി അല്ലെങ്കിൽ മറ്റേ ആംഗ്യ ഭാഷ വഴിയൊക്കെയാണ് ജാസ്മിന് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അതായത് ജാസ്മിന്റെ സീക്രട്ട് ഏജന്റ് ആണോ ഈ പുള്ളിക്കാരെന്ന് എനിക്കൊരു സംശയമില്ലാതെ ഇല്ല. അപ്പൊ സംഭവം എന്തായാലും ഇതൊക്കെ ബിഗ് ബോസിന്റെ തരികിടകൾ മനസ്സിലായി. ബിഗ് ബോസ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, സായി ഇതുപോലെ പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയാനല്ല നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നൊരു കാര്യം ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട് പഞ്ചപുച്ഛമടക്കി സായി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ഒരു ടാസ്കിന്റെ ടൈം ആവുകയാണ്. അപ്പൊ ടാസ്കിന്റെ സമയമാവുന്ന സമയത്ത് ജാസ്മിൻ ആയിരിക്കും ആ ഒരു ടാസ്ക് ലെറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നത്. കൺഫെഷൻ റൂമിൽ ചെല്ലുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, അതേ ബിഗ് ബോസെ സുഖമാണ് എനിക്ക്, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാളായി എനിക്ക് ഡ്രസ്സ് അയക്കുന്നില്ല, അപ്പൊ അതെന്താ കാരണം എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അഫ്സലാണ് എനിക്ക് ഡ്രസ്സ് അയച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് അയക്കാത്തത്, എന്തെങ്കിലും പ്രശ്നം
ഉണ്ടായിട്ടാണോ? അപ്പൊ ഈ പറഞ്ഞ മറ്റേ സായി പറഞ്ഞ കാര്യങ്ങളും ഡ്രസ്സ് അയക്കാത്ത കാര്യങ്ങളും ഒക്കെ കൂട്ടി വായിച്ചു തോന്നുമ്പം എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഈ പറഞ്ഞ ജാസ്മിന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാസ്ക് ആണ് കാണിക്കുന്നത്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളി ടാസ്ക് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടാസ്ക് കൊണ്ട് അവിടെ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ടാസ്ക് ഒരു നല്ല ടാസ്ക് തന്നെയാണ് എനിക്ക് തോന്നി. സംഭവം എന്താന്ന് വെച്ചാല് അതായത് നമ്മുടെ അടുത്ത പവർ ടീമിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു അത്. അപ്പൊ ഈ ഒരു ചലഞ്ചിങ് ടാസ്കില് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഹൗസിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പരിചയമുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ അവരുടെ ആ ഒരു മെയിൻ ഏരിയയിൽ എത്ര, ആ സോഫയിൽ എത്ര പില്ലോ ഉണ്ടാവും, അതുപോലെ അവരുടെ കിച്ചണിൽ എത്ര കബോർഡ് ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ ചോദിച്ചിരുന്നത്. ടീം നല്ലോണം അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ടിവിയില് ഒരു പിക്ചർ കാണിക്കും. ആ പിക്ചർ നടന്ന ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയാനായിരുന്നു സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിരുന്നു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റൗണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് പ്ലേ ചെയ്യും. അപ്പൊ ആ ഡയലോഗ് ആരാണോ പറഞ്ഞത് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് പറഞ്ഞത്, ഈ 2 കാര്യങ്ങളായിരിക്കണം അവിടെ വ്യക്തമാകരുത്. അങ്ങനെ ടീമുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു. അപ്പൊ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ടണൽ ടീമാണ്. ടണൽ ടീം എന്ന് പറയുമ്പം ഈ പറഞ്ഞ ജാൻമണിയൊക്കെ ഉള്ള ഒരു ടീം, മറ്റേ അഭിഷേക് ശ്രീകുമാർ ഒക്കെ ഇല്ലേ, ആ ഒരു ടീം, പൂജ കൃഷ്ണയുടെ ടീമാണ് ആ ഒരു ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ആ ഒരു ഗെയിമില് ചലഞ്ചിങ് ടാസ്ക് 2 ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. അപ്പൊ പക്ഷേ ചലഞ്ചിങ് ടാസ്ക് 2 കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹൗസിൽ കുറെ പൊട്ടിത്തെറികൾ ഉണ്ടായി. പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് മറ്റേ ഒരു കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, അതായത് നോറയുടെ അടുത്ത് പോയി പണി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സര പറഞ്ഞൊരു സംഭവം. അപ്പൊ അന്നേരം ശ്രീതു കയറി ഇടപെടുന്ന ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ഇടയ്ക്ക് ഇതുപോലെ അപ്സരയാണെന്നുണ്ടെങ്കിൽ ശ്രീതു പറഞ്ഞൊരു കാര്യം പോയിട്ട് ശരണ്യോട് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറഞ്ഞ അതേ കാര്യമാണ്. പക്ഷെ ശ്രീതു അങ്ങനെ പറഞ്ഞു, അപ്സര പറഞ്ഞു എന്നുള്ളൊരു കാര്യം ശ്രീതുവിന് അറിയില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടപ്പം ശ്രീതുവിന് അത് ഹേർട്ടായി. കാര്യം ഇവരെല്ലാം നെക്സ്റ്റ് ടീമിലായിരുന്നു, ഇത്ര നാള് ഭയങ്കര ചങ്കായിട്ടൊക്കെ നടന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീതുവിന് അത് കേട്ടപ്പോ ഹേർട്ടായി. ശ്രീതു അവിടെ പോയി വിഷമിച്ച് റൂമിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സിബിൻ അവിടെ രണ്ടാമത്തെ കുത്തിത്തിരിപ്പായിട്ട് വന്നു. പുള്ളിക്കാരൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അറിയാവോ, എന്താ പറയാ, അപ്സരനെ പോയിട്ട് നേരെ ശ്രീധുവിന്റെ അടുത്തേക്ക് വിട്ടു. അപ്പൊ ശ്രീധുവിന്റെ അടുത്തേക്ക് വിട്ട സമയത്ത് ഉറപ്പായിട്ടും ശ്രീധു റിയാക്ട് ചെയ്യും. കാര്യം ഒന്നാമത് അപ്സര പറഞ്ഞ കാര്യത്തിലാണ് അവള് വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു ടെൻഷൻ മാറുന്നതിന് മുമ്പേ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഒരു ട്രിഗർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ശ്രീധു ആണെങ്കിൽ അപ്സരയോട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് സിബിൻ ഇങ്ങനെ പോയിട്ട് അപ്സരയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി, എനിക്ക് അറിയത്തില്ലായിരുന്നു, ആ ഒരു ടൈമില് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു ഗ്രൂപ്പിൽ പോയിരുന്നിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വമാണ് ആ ഒരു സമയത്ത് അപ്സരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കാര്യം ആ സമയത്ത് ശ്രീതു നല്ല ട്രിഗേർഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ അന്നേരം അപ്സര എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുമെന്ന് എനിക്കറിയാം, കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ വേണ്ടേ എന്നാണ് സിബിന്റെ പക്ഷം. പക്ഷെ അത് കൊള്ളാം, എന്താ പറയാ, എന്റർടൈൻ ചെയ്ത് ചെറിയ കുത്തിത്തിരിവുകളായിട്ടുള്ള ഒരു നല്ല മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് സിബിനെ എനിക്ക് തോന്നിയത്. പിന്നീട് എന്താ പറയാ, മറ്റൊരു പ്രശ്നം അവിടെ ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ റസ്മിൻ ബായ് ഭയങ്കര ഫിസിക്കലി വയ്യാഞ്ഞായിട്ട് ആ ഒരു ഹൗസിൽ നിന്ന് പുറത്തു പോവുകയാണ്. പിന്നീട് ഇതുപോലെ ഈ ഗേൾസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ ഇടയ്ക്ക് ഞാൻ കേട്ടു. അപ്പൊ ഈ ഗേൾസ് ഡിസ്കഷൻ ഇടയ്ക്ക് അതായത് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതിന് നമ്മുടെ ഹൗസ് മേറ്റ്സ് അപ്സരയൊക്കെ കൂടി ഒരു കുറച്ച് ആൾക്കാര് അതിനെ കുറിച്ച് വിലയിരുത്തുന്നതായിട്ട് ഒരു രംഗം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗബ്രി അതുപോലെ ജാസ്മിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രണ്ടുപേരും ഇങ്ങനെ പരസ്യമായിട്ട് പോയിരുന്ന് കെട്ടിപ്പിടിക്കുക, അതുപോലെ ഉമ്മുമ്മക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഈ പുറത്ത് അല്ലെ കൂടെ ഉള്ള കോ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരെങ്ങനെ വിലയിരുത്തും, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, സദാചാരം കളിക്കുന്ന സാധാരണ ആൾക്കാർ പറയുന്ന ഒരു സംഭവം തന്നെ. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വിക്ടിം കാർഡ് ഇറക്കാം. വിക്ടിം കാർഡ് ഇറക്കിയിട്ട് അവർക്ക് പറയാം, ഇതെന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഒരു വിക്ടിം കാർഡ് അവിടെ എടുത്തിട്ട് അവർക്ക് ആ ഒരു ഗെയിം കളിക്കാം എന്നൊരു കാര്യമാണ് അവരിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ആൾക്കാരെ അൻസിബ അതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അതായത് പൊതുവെ ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ ഇപ്പം ഒരു കപ്പിൾസ് ആണെങ്കിൽ പോലും അവർ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ കീപ്പ് ചെയ്യുന്ന ഒരു ഡീസൻസി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം. അതായത് യൂറോപ്യൻ കൾച്ചർ അല്ല ഒരിക്കലും കേരളം ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കഴിയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവര് വീട്ടിൽ നിന്ന് എന്തോ ചെയ്തോട്ടെ, പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര
മോശമായിട്ടുള്ള കാര്യമാണെന്ന് അൻസിബ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അതങ്ങനെയാണെന്ന്. എന്തായാലും ഈ ഗബ്രി ജാസ്മിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഇപ്പൊ ഒരു പിടി വന്നിരിക്കുകയാണ്. പക്ഷെ ഇത്രയും എന്താ പറയാ കുറ്റപ്പെടലും, അത് ജാസ്മിൻ ഓൾറെഡി അറിയാം വീട്ടുകാർ കാണിക്കുന്ന ആ ഒരു എതിർപ്പും പ്രശ്നങ്ങളും ഒക്കെ അറിയാം. അതിപ്പോ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എന്നിട്ടും പിന്നെയും ഈ ജാസ്മിൻ ഈ ഗെയിം എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നതിന് മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനിരിക്കുന്നത്. പിന്നീട് ഹൗസിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ചാല് ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. സംഭവം എന്ന് വെച്ചാല് ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പുറത്തു പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരെയായിരിക്കും നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുക? അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞ സിബിൻ ആണെങ്കിൽ അവിടെയും ഒരു പ്രശ്നത്തിനുള്ള ഒരു വള്ളി അവിടെ ഇട്ട് കൊടുക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ഋഷിയും കൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. ഋഷിയും കൂട്ടിയിട്ട് പോവാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഋഷിനെ ആണെങ്കിൽ എനിക്ക് പോയിട്ട് ഈ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഋഷി അന്നേരം അത് സീൻ ആക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്തേക്കിന് ഋഷി അത് ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എല്ലാവരും ഒരു ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്നെ മാത്രം ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്നിങ്ങനെ ഋഷി ചോദിക്കാണ്. അപ്പം സിബിൻ ഇങ്ങനെ നൈസായിട്ട് പറയുന്നുണ്ട്, അതാണെങ്കിലേ നിനക്ക് കുറച്ച് പക്വതയൊക്കെ കുറവാണല്ലോ, അപ്പൊ നിനക്കാണെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി, ഇപ്പൊ ജുവനൈൽ ഹോമിൽ പോയി കഴിഞ്ഞാൽ കുറെ കുട്ടികളെ പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരെന്തുകൊണ്ടാണ് അവർ ആ ഒരു സാഹചര്യമൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും, അതൊക്കെ നിനക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. പക്ഷെ ഇത് തീരെ ഋഷിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഋഷി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട, പറഞ്ഞ കാര്യത്തിൽ ഉറപ്പുള്ള കാര്യം അതിവിടെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റനായ ജാസ്മിൻ കയറി ഇടപെടുന്നുണ്ട്. ജാസ്മിൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സിബിൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നൊരു ഡയലോഗ് പറയണം. അപ്പൊ പെട്ടെന്ന് സിബിൻ ഒന്ന് കളിയാക്കിയ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പറഞ്ഞെന്ന് നീ പറഞ്ഞു തരുമോ? അപ്പോഴത്തേക്കിനും എന്താ അവിടെ ബാക്കിയിരുന്ന അഭിഷേക് ആണെങ്കിൽ പൊട്ടി ചിരിച്ച്. അപ്പോഴത്തേക്കിനും ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഫുൾ പോയി. എന്ന് വെച്ചാല് അന്നേരം ആ ഒരു ഒറ്റ ഡയലോഗില് ജാസ്മിൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് ജാസ്മിൻ ഇങ്ങോട്ട് പറയുന്നത് പവർ ടീം അങ്ങോട്ട് കയറി ഇടപെടാൻ വരുന്ന സമയത്ത് ജിൻഡോ കാക്ക അവിടെ നിന്ന് എണീറ്റ് പറയുന്നുണ്ട്, അതെ ഇപ്പം ജാസ്മിൻ ആണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചത്, അതുകൊണ്ട് ജാസ്മിൻ സംസാരിക്കട്ടെ, പവർ ടീം മാറി നിൽക്ക് എന്നൊക്കെ ഒരു അഭിപ്രായമായിട്ട് ജിൻഡോ വരുവാണ്. അപ്പൊ ഈ ജിൻഡോ ഇത് പറയുന്നത് കേട്ടിട്ട് തന്നെ അപ്സരയ്ക്ക് നല്ലോണം പൊട്ടുന്നുണ്ട്. അപ്സരയാണെങ്കിൽ സകല കൺട്രോളും പോയിക്കോ. ഒന്നാമത് പവർ ടീമാണ്, ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് അപ്സരയുടെ കാര്യത്തിൽ തെറ്റൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്സര നല്ല കാലിതുള്ളി നിൽക്കുക. അപ്പൊ പിന്നെയും ജാസ്മിൻ ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് പവർ ടീം കയറി വന്നിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ പോയി ക്യാപ്റ്റൻ അവിടെ പോയിരിക്കും, ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്സര അങ്ങ് സംസാരിക്കാണ്. അപ്പൊ അപ്സരയുടെ മുന്നിൽ ജാസ്മിന് തിരിച്ചു അവിടെ ആ ഒരു സോഫയിൽ പോയി ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ജാസ്മിൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാകുന്നുണ്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആണല്ലോ ഈ പറഞ്ഞ അപ്സരനെ എടുത്ത് പവർ ടീമിൽ ഇട്ടത്. അത് ഗബ്രിയുടെ അഭിപ്രായമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് തന്നെയായാലും ക്യാപ്റ്റൻ ആയിരുന്നു ഫൈനലി അപ്സരനെ അതിനിടണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പൊ അതൊരു റോങ് ഡെസിഷൻ ആയിരുന്നു എന്നുള്ളൊരു ഇതിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. സംഭവം എന്തായാലും അവിടെ ജാസ്മിന്റെ വില എന്താന്നുള്ള കാര്യം ജാസ്മിന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ വാഴയുടെ ചോട്ടി പോയിരുന്നിട്ട് ജാസ്മിൻ ഗബ്രിനോട് പറയുന്നുണ്ട്, ഗബ്രി ഒരു കാര്യം അറിയാമോ നിനക്ക്, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞത് അപ്സരനെ അതിനകത്ത് ഇടണ്ടാന്ന്, നീ അല്ലേ എന്റെ വാശി പിടിച്ച് ഗബ്രി എനിക്ക് ഒന്നും അറിയത്തില്ല, നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, എനിക്കാണെങ്കിൽ ആരും ഒരു വില തരുന്നില്ല, ക്യാപ്റ്റനായിട്ടുള്ള വില തരണ്ട, ജാസ്മിനായിട്ടുള്ള വിലയെങ്കിലും തന്നൂടെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ രാവിലെ തന്നെ അൻസിബയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അൻസിബയോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് അൻസിബ എന്നെ അടുത്ത് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഒരാളുടെ പ്രശ്നം വരുമ്പോ അതിലൊന്ന് സാധിപ്പിക്കാൻ പോലും എന്നെ ആരും കൂട്ടാകുന്നില്ല, എന്നെ എന്തിനാ ഗബ്രി എല്ലാരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യമാണ് ജാസ്മിൻ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ പാവം ജാസ്മിൻ അറിയുന്നില്ല, ഈ പറഞ്ഞ ഹൗസ് മേറ്റ്സ് മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ഈ പറഞ്ഞ ജാസ്മിനെ ഒഴിവാക്കുവാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ടും മനസ്സിലായിട്ട് അത് മനസ്സിലായി പോലെ പ്രവർത്തിക്കണം, അതല്ലേ ജാസ്മിൻ ചെയ്യേണ്ടത്. പിന്നെയും ജാസ്മിൻ പഴയ കളി തന്നെ, ശങ്കരൻ പിന്നെയും തെങ്ങി എന്ന് പറയുന്ന പോലെ തന്നെയാണല്ലോ. ഗബ്രി ആയിട്ടുള്ള ഒരു ടോക്ക് ഒന്നും വിടാനായിട്ട് പുള്ളിക്കാരെ തീരെ ഉദ്ദേശിച്ചില്ല. അതിനിടയ്ക്ക് ഗബ്രി ഇതെന്താ, ഗബ്രിക്കും കുറച്ച് ബോധമില്ലേ, അന്ന് ആ ഒരു എത്ര നെഗറ്റീവായിട്ട് പോകുന്ന സമയത്ത് അവര് ആ ഒരു ഗെയിം ഡൈവേർട്ട് ചെയ്ത് വേറൊരു രീതിയിൽ കളിക്കണം. പക്ഷെ അത് ചെയ്യാതെ അവര് വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ
പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഗബ്രി ആണെങ്കിൽ പോയി ജാസ്മിൻ എടുത്തിരുന്നിട്ട് ഓരോരോ കിന്നരങ്ങള്, ജാസ്മിനെ നിനക്ക് ഒരു കാര്യം ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. ഇപ്പൊ ഒരു പോണ്ട് ഉണ്ട്, ആ പോണ്ടില് ഒരു എന്താ പറയാ ഒരു മുതലയുണ്ട്. അപ്പൊ മുതല് ഒരു ലേക്ക് നിനക്ക് അല്ലെങ്കിൽ ലേക്ക് നിനക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടമുള്ള ലേക്കില് നീ എടുത്ത് ചാടും. പക്ഷെ അത് ഒരു മുതലുണ്ടെങ്കിൽ നീ ചാടുവോ? അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവര് ആ ഒരു കാര്യത്തിലൂടെ അവര് സിംബലൈസ് ചെയ്യുന്നത് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പൊ ജാസ്മിൻ പറഞ്ഞ് മുതൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ കുളത്തിൽ ചാടുന്നില്ല, കാര്യം എനിക്ക് പേടിയാണ്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവർ രണ്ടുപേരും, അതായത് ഗബ്രിയും ജാസ്മിനും രണ്ട് കാസ്റ്റ് ആണ്. അപ്പൊ രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലായിട്ട് പോവാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടവുമാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു അഭിപ്രായം ജാസ്മിൻ പറയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഗബ്രി ജാസ്മിനെ പ്രപ്പോസും ചെയ്യുന്നുണ്ട്. ഇതിന് മറുപടി ഒന്നും പറയാതെ ജാസ്മിൻ നാണിച്ച് തലാണെല്ലാം മൂടിയിരുന്ന് ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഗെയിം ജാസ്മിനെ നിർത്താൻ സമയമായില്ലേ എന്നൊരു സംശയമാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഐ ഡോണ്ട് നോ. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മറ്റ് ഗെയിമേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, പ്രത്യേകിച്ച് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന മറ്റ് ഗെയിമേഴ്സ്, അപ്പൊ അഭിഷേക് ഒക്കെ ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയെങ്കിലും ഒരു എന്താ പറയാ ഇപ്പൊ ഒക്കെ അടങ്ങി. രണ്ടുപേരും, രണ്ട് അഭിഷേകുമാരും അടങ്ങി എന്നുള്ള ഒരു സെൻസിലാണ്. അഭിഷേക് ജയകുമാറിനല്ല ജയദീപിന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പം വലിയ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ശ്രീകുമാർ ആണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടേ ഇല്ല, മുഖമേ കാണാനില്ല, സൈലന്റ് ആയിട്ട് മാത്രമാണ്. പിന്നെ സായി ആണെങ്കിൽ എന്താ പറയാ, സായി എന്തോ ചെയ്യുന്നേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഹൗസിലോട്ട് കയറിയിരിക്കുന്നത്? സായിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇനിയിപ്പം നന്നായിട്ട് കളിക്കുന്നതെന്ന് തോന്നുന്നത് ഈ പറഞ്ഞ സിബിൻ തന്നെയാണ്. പൂജനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല, എന്നാലും കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ നല്ലോണം പഠിച്ചിട്ടാണ് കുട്ടി വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ ആ ഒരു ടാസ്ക് നടന്നിടയിലും, അതായത് ഹൗസ് മെമ്പേഴ്സിന് പോലും അവര് പറഞ്ഞ ഡയലോഗ്സ് ഓർമ്മ വരുന്നില്ല. പക്ഷെ അതേസമയം കുറെയൊക്കെ പോയിന്റ്സ് പൂജ ഓർത്ത് വെച്ച് പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഗെയിം നല്ലോണം പഠിച്ചിട്ടാണ് പൂജ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ന് പറയുന്നത് വ്യക്തമാണ്. പൂജ കൊള്ളാം. പിന്നെ നന്ദനയുടെ ലൈഫ് സ്റ്റോറി ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ആ കുട്ടി എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടി തന്നെയാണ്. അച്ഛൻ മരിച്ചു, അച്ഛനാണെങ്കിൽ സൂയിസൈഡ് ചെയ്തതാണ്. പിന്നെ അമ്മ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് പെൺകുട്ടിയെ വളർത്തിയതും കാര്യങ്ങളും ഒക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയിട്ട് അവിടുന്ന് ആ കുട്ടി ഇവിടം വരെ വന്നല്ലോ, അതൊരു ഒരു ഇൻസ്പിറേഷണൽ തന്നെയാണെന്ന് തന്നെ എനിക്ക് പറയാം. പിന്നീട് എന്താ പറയാ വെച്ചാല് ഹൗസില് ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ജാസ്മിന്റെ ഒരു കേസ്, അതായത് കുറച്ച് വിപ്ലവമാവുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് ആണെങ്കിൽ ജാസ്മിന് വേണ്ടി മാത്രം ഒരു ലെറ്റർ കൊടുത്ത്, അപ്പൊ ആ ലെറ്ററിനകത്ത് എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഉള്ളത്. എന്താ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ബാപ്പ വിളിച്ചതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻഫർമേഷൻ ജാസ്മിന് പാസ് ചെയ്യുന്നുണ്ടോ, അതായത് പുറത്തെ കാര്യങ്ങൾ അങ്ങനെ ബിഗ് ബോസ് പാസ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ബിഗ് ബോസ് ഗബ്രിയോട് മിണ്ടരുത്, അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ഗെയിം ശരിയല്ല എന്ന് പിന്നെയും കത്തുകൾ എഴുതി അയച്ചിട്ടും അതിന് 1% പോലും ചേഞ്ച് ഇല്ലെങ്കിൽ അതായിരിക്കത്തില്ലല്ലോ അതിന്റെ പിന്നിലെ കാരണം. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നില്ല. മിക്കവാറും ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലോ, അല്ലെങ്കിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ എഴുതി വെച്ച ലെറ്ററോ എന്തെങ്കിലും ആയിരിക്കും, അതിന് പറഞ്ഞ മറുപടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെ ആയാലും ബിഗ് ബോസിലെ ഇനി കൂടുതൽ, അതായത് നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു എപ്പിസോഡാണ്. ജിൻഡോന്റെ അടിപൊളി മസിൽ ഷോയും ജാൻമണിയോടൊപ്പം ആ ഒരു എപ്പിസോഡൊക്കെ നല്ല കിടിലമായിട്ടാണ് നാളെ തോന്നുന്നത്. എന്ത് തന്നെയായാലും നാളത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിന്റെ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.